ഒരിക്കൽ മുല്ല ഒരു കടലിൻ്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു. ഒരു പഴംതുണി കീറിയ ഭാണ്ഡക്കെട്ടുമായി ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക തരണേ എന്ന് പറഞ്ഞു. അപ്പം മുല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഭാണ്ഡക്കെട്ടിനകത്ത് എന്താണ്, പണമൊന്നും ഇല്ലെന്ന് ചോദിച്ചു. പറഞ്ഞില്ല, ഇത് മുഴുവൻ കീറിയ കുറച്ചേറെ പഴംതുണികളാണെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, കണ്ട അവിടെ ഒരു സിദ്ധൻ്റെ ഒരു സമാധിയുണ്ട്, അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി, ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം അത് കേട്ടു, പക്ഷേ മൈൻഡ് ചെയ്തില്ല. അവിടെ തന്നെ നിന്ന് മുല്ലയുടെ നിന്ന് പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് മുല്ല ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് തന്നെ ഒരു തിര വന്നിട്ട് ഇയാൾ ഉൾപ്പെടെ ഒഴുക്കിക്കൊണ്ടുപോയി. അയാളുടെ കയ്യിലുണ്ട ഭാണ്ഡം അങ്ങനെ ഒഴുകിപ്പോയി. ഇയാൾ രക്ഷപ്പെട്ടു. ഓടി വന്നിട്ട് അയാൾ കരയാൻ തുടങ്ങി. ചോദിച്ചപ്പോൾ ആ ഭാണ്ഡക്കെട്ടിനകത്ത് 500ഓളം സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇത്രയും വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണെന്ന് പറഞ്ഞ് അയാൾ കരയാൻ തുടങ്ങി. അപ്പം അത് മുല്ല ചോദിച്ചു, ഈ 500 സ്വർണ്ണ നാണയങ്ങൾ 500 വർഷത്തേക്ക് കഴിക്കാനുള്ള പൈസ ഇരുന്നിട്ടും നീ എന്തുകൊണ്ടാണ് ആഹാരത്തിന് വേണ്ടി തെണ്ടി നടക്കുന്നത് ചോദിച്ചു. അദ്ദേഹം കുനിഞ്ഞ് നിന്നത് മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മൾക്ക് സമ്പാദ്യമുള്ളപ്പോഴും ആ സമ്പാദ്യങ്ങളൊക്കെ ചെറിയ രീതിയിലാണ് ഉപയോഗിച്ച് ഭക്ഷണത്തിന് വേണ്ടി പോലും തികയാതെ ജീവിതം നശിപ്പിക്കുന്ന എത്രയോ ധനവാന്മാരുണ്ടെന്നറിയുമോ നമ്മുടെ നാട്ടിൽ. ഇവർക്കൊരു പാഠമല്ലേ മുല്ലയുടെ കഥ. അതുകൊണ്ട് ജീവിക്കുമ്പോൾ നന്നായി ജീവിക്കാനും കൂടി നാം ഉണ്ടാക്കുന്ന സമ്പാദ്യങ്ങൾ ഉപയോഗിച്ചാൽ ജീവിച്ചു എന്നെങ്കിലും പറയാൻ പറ്റും. അല്ലെങ്കിൽ അതെല്ലാം അക്കൗണ്ടിൽ സേഫായി ഉണ്ടാവും, ആർക്കും ആവശ്യമില്ലാതെ. ഇതുപോലെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.